ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മരിച്ചു. ശമ്പള കുടിശ്ശികയായി 4 ലക്ഷം രൂപയാണ് ഇയാൾക്ക് ബോർഡിൽ നിന്ന് ലഭിക്കാനുള്ളത്. പാലക്കാട് മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. വൃക്കരോഗിയായിരുന്ന ചന്ദ്രൻ ചികിത്സയ്ക്ക് വേണ്ടി പലവട്ടം ബോർഡിനെ സമീപിച്ചെങ്കിലും പണം നൽകിയിട്ടില്ല. അതേസമയം ശമ്പള കുടിശ്ശികയിൽ പങ്കില്ല എന്ന പ്രതികരണവുമായി ദേവസ്വം ബോർഡ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. വരുമാനമുള്ള അമ്പലങ്ങൾ ജീവനക്കാർക്ക് സ്വയം ശമ്പളം കണ്ടെത്തണമെന്നും ചട്ടമുണ്ട്. ഇതാണിപ്പോൾ ബോർഡ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പ്രതികരണങ്ങളിലേക്ക്. മലബാർ ദേവസ്വം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 96 മുതൽ കയറിയതാണ് ആൾ. എന്നിട്ടും ഇനി ബാക്കി പൈസ കിട്ടാനുള്ളത് 2010 to 15 വരെയുള്ള ഒരു 3 ലക്ഷം രൂപയും ബാക്കി 14 ജനുവരി മുതൽ നവംബർ വരെ ഒരു 1.25 ലക്ഷം രൂപയും കിട്ടാണ്ട്. ഇതിനു വേണ്ടി നമ്മൾ അധികാരിയുടെ മുന്നിൽ കുറേ വട്ടം വന്നതാണ്. കോടതിയും അതിൻ്റെ മുന്നിൽ കുറേ സമർപ്പിച്ചാണ്. അതിനൊന്നും ഒരു റെസ്പോണ്ട് നമുക്ക് തന്നിട്ടില്ല ഇതുവരെയായിട്ട്. നമ്മൾ അത്രയും ദയനീയ അവസ്ഥയും കാര്യങ്ങളും അവനെ അറിയിച്ചാണ്. ഇങ്ങനെയൊക്കെ അസുഖങ്ങളാണ്, ഇത് കനിയണം എന്നൊക്കെ. കാരണം ഇതിന് അവരെ പോയിട്ട് നമ്മൾ എത്രയും പറയുക, നമ്മുടെ അവകാശമായത് കൊണ്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് അവരെ പോയിട്ട് നമ്മൾ എതിർക്കുകയെ അവിടെ ഒന്നും ചെയ്യല്ല. നമ്മുടെ അവകാശം നമ്മൾ ചോദിച്ചു വാങ്ങും. ഇത് പറഞ്ഞിട്ട് പോലും അവർ ഒരു ദയാദാക്ഷിണ്യം നമ്മളടുത്തായിട്ട് കാണിച്ചിട്ടില്ല. നമുക്ക് ആ പൈസ കിട്ടിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛൻ്റെ ജീവൻ ഒന്നും കൂടി എനിക്ക് തോന്നണു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തോന്നിയിരുന്നത്. അവർക്ക് അതിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകത്തോണ്ട് ഇത് കിട്ടിയെങ്കിൽ ഉറപ്പായിട്ട് അച്ഛൻ കുറച്ചവിടെ ഞങ്ങളപ്പം കൂടെ ഉണ്ടായേനെ. മലബാർ ദേവസ്വം ബോർഡിന് നല്ല അനാസ്ഥയുണ്ട്. ഇവന് മാത്രമല്ല, ആ അമ്പലത്തിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഒരുപാട് ആരിയേഴ്സിൻ്റെ പൈസ കിട്ടാണ്ട് അതുവരെ കൊടുത്തിട്ടില്ല. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ ഒക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അതൊരു മലബാർ ദേവസ്വത്തിൻ്റെ ബോർഡിൽ നിന്ന് നല്ല അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും അവർ വേണ്ട മാതിരിയുള്ള സഹായം ഇനിയെങ്കിലും ഇവർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. അരുൺ, ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ചികിത്സയ്ക്ക് പണമില്ലാതെയാണ് ഇപ്പോൾ ജീവനക്കാരൻ മരിച്ചിരിക്കുന്നത്. ഇയാൾക്ക് ശമ്പള കുടിശ്ശികയായി 4 ലക്ഷം രൂപ ലഭിക്കാനുണ്ട് ബോർഡിൽ നിന്നും എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, കുടുംബം പറയുന്നത് നിരവധി തവണയാണ് ബോർഡിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്. പക്ഷേ ഒരു തരത്തിലും ബോർഡിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ദേവിക, തീർച്ചയായിട്ടും പാലക്കാട് മണ്ണാർക്കാട് പള്ളിക്കുറുപ്പിലുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രനാണ്. അദ്ദേഹത്തിന് വൃക്കരോഗം പിടിപെട്ട് ചികിത്സയ്ക്ക് കൃത്യമായി പണമില്ലാതെ അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ഇന്നലെ മരിച്ചത്. ഏതായാലും ഈ മലബാർ ദേവസ്വം ബോർഡിൽ അദ്ദേഹം 1996 ഈ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. അതിനുശേഷം 2010-15 കാലഘട്ടത്തിൽ 3 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ശമ്പളം കുടിശ്ശികയാവുകയായിരുന്നു. പിന്നീട് ഈ ശമ്പളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടുവെങ്കിലും ഈ കുടിശ്ശികയായ 3 ലക്ഷം രൂപ ദേവസ്വം ബോർഡ് നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം ാണെങ്കിൽ 2024 പല സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 1.25 ലക്ഷം രൂപയോളം ഇവർക്ക് ശമ്പളം കുടിശ്ശികയാകുകയായിരുന്നു. അങ്ങനെ 4,25,000 രൂപ 4,25,000 രൂപ ഈ ചന്ദ്രന് ദേവസ്വം ബോർഡിൽ നിന്ന് കുടിശ്ശികയായിട്ട് ശമ്പളം ലഭിക്കാനായിട്ടുണ്ടായിരുന്നു. അതിനിടെയാണ് അദ്ദേഹത്തിന് ഈ വൃക്കരോഗം പിടിപെടുന്നത്. തുടർന്ന് സ്വയം വിരമിക്കലിന് വേണ്ടിയുള്ള നോട്ടീസ് നൽകുന്നു. പിന്നീട് ഈ ശമ്പള കുടിശ്ശിക തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ദേവസ്വം ബോർഡിന് ഇവർ പരാതിയും മറ്റുമൊക്കെ നൽകുകയായിരുന്നു. കൃത്യമായിട്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള പേപ്പറുകളും മറ്റുമൊക്കെ ദേവസ്വം ബോർഡ് അധികൃതർക്ക് ഇവർ സമർപ്പിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലും ഇവർക്ക് ഈ ശമ്പള കുടിശ്ശിക നൽകിയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാവുന്ന തരത്തിൽ. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ VV ശ്രീനിവാസൻ നമ്മോടൊപ്പം ചേരുകയാണ്. VV ശ്രീനിവാസൻ, വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം ഇത്തരത്തിൽ ചികിത്സയ്ക്ക് പണമില്ലാതെ മലബാർ ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരൻ മരിച്ചിരിക്കുകയാണ്. നിരവധി തവണ ബോർഡിനെ സമീപിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശമ്പള കുടിശ്ശിക, ജോലി ചെയ്ത കാശാണ് അദ്ദേഹത്തിന് കിട്ടാതിരുന്നത്. മറ്റ് ആനുകൂല്യങ്ങൾ പോലുമല്ല, അദ്ദേഹം ജോലി ചെയ്ത കാശ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അത്തരത്തിൽ ചികിത്സ ലഭിക്കാതെ അദ്ദേഹം മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതെ, അതിന് സാഹചര്യം ഉണ്ടായത് ഈ സിസ്റ്റത്തിന്റെ മൊത്തം അപാകതയാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ കോടതി 31 കൊല്ലം മുൻപേ എടുത്ത ഒരു വിധി, സ്വന്തം എടുത്ത് വിധിച്ചൊരു വിധി മാറി മാറി വരുന്ന സർക്കാർ, സുപ്രീം കോടതി ശരിവെച്ച വിധി നടപ്പിലാക്കാത്ത ആ സിസ്റ്റം ഇന്നും മദ്രാസ് നിയമമായതുകൊണ്ട് ഓരോ ക്ഷേത്രവും ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതല്ല എന്നുള്ളത് 6 മാസം കൊണ്ടൊരു സ്കീം ഉണ്ടാക്കി 1 കൊല്ലം കൊണ്ട് നടപ്പിലാക്കണമെന്ന് കോടതി സോമോട്ടോ എടുത്ത വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് സുപ്രീം കോടതി ശരിവെച്ചിട്ടുണ്ട്.
ഒരു 6 മാസം കൊണ്ട് സ്കീം ഉണ്ടാക്കിയില്ല എന്നല്ലാതെ കണ്ടംപ്റ്റിന്റെ സമയത്ത് പിന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്നല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഓരോ സമയത്ത് പഠനം, ഹിതപരിശോധന എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അഴിമതിക്കാരായ വിരലിലെണ്ണുന്ന ട്രസ്റ്റിമാർക്ക് വേണ്ടി ഈ സിസ്റ്റത്തിന് തന്നെ പിന്നെ അതിന് എല്ലാവരും പങ്കുണ്ട്. എല്ലാ വിഭാഗങ്ങളും എല്ലാവരും പറയുന്നുണ്ട്. ഈ കോടതി ജുഡീഷ്യറി നമ്മൾ സോമോട്ടോ എടുത്ത് വിധിച്ച വിധി പിന്നീട് അതിൽ വെള്ളം ചേർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സിസ്റ്റം മൊത്തം സർക്കാർ ഉദ്യോഗസ്ഥ ജി സുധാകരൻ സാർ പറഞ്ഞല്ലോ, ഈ ഉദ്യോഗസ്ഥന്മാരുടെ കളിയുന്ന ഇവിടെ ഉദ്യോഗസ്ഥന്മാരല്ല, ഭരണഘടനയിൽ പറയുന്ന നമ്മൾ ദൈവം കഴിഞ്ഞാൽ കഴിയുന്ന ആ ഒരു ഇതിലും കൂടി പങ്കുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഹൈക്കോടതി വിധിച്ച് സുപ്രീം കോടതി ശരിവെച്ച വിധി, ആ വിധിയിൽ വെള്ളം ചേർക്കുക, ഒരു വിധിയിൽ മനോധർമ്മം അനുസരിച്ച് പറയുക, ആ 1/3 കൊടുക്കുക, പിന്നെ ഒരിക്കലും പറയാം അത് ഇങ്ങനെയാണ്. ഇവിടെ മൊത്തം ക്ഷേത്രത്തിന് കോമൺ ഫണ്ടും കോമൺ സ്കീമോ ഉണ്ട്. തിരുവിതാംകൂറിൽ ശബരിമലേന്റെ പണം കൊണ്ടല്ലേ പോകുന്നത്. പിന്നെ ഇവിടെ ചെട്ടിക്കുളങ്ങര കുറച്ച് വരുമാനമുണ്ട്. ബാക്കി എല്ലാം ശബരിമലേന്റെ ആ കോമൺ ഫണ്ടിലാണ് പോകുന്നത്. കൊച്ചിയിലാച്ചാൽ പിന്നെ ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂര്, തൃപ്രയാറ്, വടക്കുന്നാഥ് ഇങ്ങനെ പോകുന്നത്. ഇവിടെ ആച്ചാൽ ഓരോന്നും മദ്രാസ് നിയമം മാറ്റാതെ ആ കോടതി പറഞ്ഞ കോമൺ സ്കീം കൊണ്ടുവരാതെ ഉള്ള ഓരോ ക്ഷേത്രത്തിന്റെയും വരവനുസരിച്ചാണ്. വരവിൽ കവിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഒരു ഇത് വെക്കും. ആദ്യം 5 ലക്ഷമായിരുന്നു, അത് പിന്നെ 25 ലക്ഷമായി. അത് കഴിഞ്ഞാൽ ക്ഷേത്രം കൊടുക്കണം എന്ന് പറയും. ക്ഷേത്രം കൊടുക്കണം എന്ന് പറയും, അവർ പറയും, ദേവസ്വം പറയും അത് കൊടുക്കാൻ കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ട് അതിനൊരു നിയമം മാറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതും ക്ഷേത്രത്തിന്റെ സ്വത്ത് പോയിട്ടാണ് കോടതി പറഞ്ഞല്ലോ, വനത്തിന്റെ പണം പോയി, പിന്നെ ക്ഷേത്രത്തിന്റെ ഭൂരിഷ്കരണ നിയമം വന്നിട്ട് പോയി. അങ്ങനെ നമ്മളെ സ്വത്ത് പോയത് നോക്കുകയാണെങ്കിൽ 1000-1 കൊടുത്താൽ മതി ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ. പക്ഷെ അത് ചെയ്യാതെ സർക്കാർ അത് ആ ഒരു കോമൺ ഫണ്ടാക്കാതെ ആ ഒരു കോടതി വിധി ശബരിമലയുടെ വിഷയത്തിൽ കണ്ടില്ലേ, മഷി ഉണങ്ങുന്നതിന് മുമ്പേ അത് ചെയ്തു. ഇത് സുപ്രീം കോടതി ശരിവെച്ച വിധി. കോടതി ഇലക്ഷങ്ങൾ എത്രയോ കണ്ട് ചീഫ് സെക്രട്ടറിമാർ ഹാജരായി. ഓർഡിനൻസ് പോലും ഇലക്ഷൻ സമയത്ത് ഇറക്കിയ ഇലക്ഷൻ സമയത്ത് പെരുമാറ്റച്ചട്ടം ഒഴിവാക്കി കൊടുത്ത് പിന്നെ എന്റെ ആ കണ്ടംപ്റ്റ് കേസിന്റെ സമയത്ത് ശങ്കരസുബ്ബൻ സാറ് 2001 എന്താ പറഞ്ഞതെന്നറിയോ? ഇനി ഇലക്ഷൻ കഴിയുന്ന 2 മാസം കാക്കാൻ കഴിയില്ല, പതിറ്റാണ്ടായി കിടക്കുന്ന ഒരു വിവേചനമാണ്, അത് മാറ്റാൻ പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഓർഡിനൻസ് ഇറക്കാൻ അവർക്ക് സമ്മതം കൊടുത്ത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം ഒഴിവാക്കിയിട്ട്. പിന്നെ എന്നിട്ട് പോലും അത് ലാപ്സ് ആക്കി. അത് കഴിഞ്ഞ് ഹിതപരിശോധന, ആ സിസ്റ്റം മാറ്റാൻ വിടുന്നില്ല. ഈ ലോബിക്ക് വേണ്ടി ഈ തൊഴിലാളികളെ വഞ്ചിക്കുകയാണ് തൊഴിലാളി സർക്കാർ. അതെ, അതിന് മുമ്പേയുള്ള സർക്കാർ, മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ ലോബിക്ക് വേണ്ടി ഇതിങ്ങനെയുള്ള ഈ മരണത്തിന് ഉത്തരവാദി സർക്കാരും ബോർഡും ദേവസ്വവും മൊത്തം. ശരിക്കും പറഞ്ഞാൽ അതിലെ എല്ലാ ജുഡീഷ്യറിക്ക് അടക്കം അതിന് വേണ്ടുന്ന വിധത്തിൽ ഉറങ്ങുന്ന വിളിച്ച് ഉറപ്പി ചോറില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ജുഡീഷ്യറിക്ക് അടക്കം പങ്കിട്ട്. പിന്നെ നമ്മുടെ ഒരു സ്വത്ത് പോയി എല്ലാം പോട്ടെ, കാടാമ്പുഴ ദേവസ്വത്തിന്റെ ഒരു പിന്നെ ഡയാലിസിസ് സെന്റർ തുറന്നപ്പോൾ ക്ഷേത്ര ജീവനക്കാർക്ക് മുൻഗണന എന്ന് വെക്കാൻ പറഞ്ഞു, വെച്ചിട്ടില്ല. അതിന് ക്ഷേത്ര ജീവനക്കാർക്ക് മുൻഗണന വെച്ചിട്ട് ഇദ്ദേഹത്തിന് ചികിത്സിക്കാൻ പറ്റില്ലേ? ശമ്പളവും ഇല്ല. ആ ശമ്പളം ഇല്ലെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ഫണ്ട്, കോമൺ ഫണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ, കാടാമ്പുഴ ദേവസ്വത്തിൽ ഇങ്ങനെ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ ക്ഷേത്ര ജീവനക്കാർക്ക് മുൻഗണന എന്ന് വെക്കാനും കൂടി മനസ്സുണ്ടായിട്ടില്ല. അത് കൊട്ടിഘോഷിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എന്തിനാണ്? അതിന് വോട്ട് ബാങ്കിൽ ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. കടന്നാൽ അത് അപ്പം പറയും അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അതുകൊണ്ട് പിന്നെ നമ്മുടെ സ്വത്ത് പോയിട്ട്, ക്ഷേത്രത്തിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ മൈനർ സ്വത്താ, ആ സ്വത്ത് പോയിട്ട് ഇറക്കേണ്ട ഗതികേടാ. ഔദാര്യം പോലെ ഇത്ര കോടി കൊടുത്തു എന്ന് പറയും. ഇത് സർക്കാരുകൾ, മാറി മാറി വരുന്ന സർക്കാരുകൾ, ഈ മന്ത്രിയൊക്കെ പറയുന്ന കോടികൾ കൊടുത്തു. എന്തിനു? നമ്മളെ ഔദാര്യമല്ല, അവകാശ. ഇനി അത് പോട്ടെ, ഇനി ഇവർക്ക് സർക്കാരിന് ഒരു പൈസ ഖജനാവ് കാലിയാണ്. ഇപ്പൊ ട്രഷറിയിലെ പണമൊക്കെ വിഡ്രോ ചെയ്തു. ഈ പിച്ചച്ചട്ടിയിൽ നിന്ന് കാശെടുത്തിട്ടുണ്ട്, തെളിവുണ്ട്. ഈ പിച്ചച്ചട്ടിയിൽ ആകെ ക്ഷേത്രത്തിലുള്ള പണമൊക്കെ എടുത്തിട്ട് പിന്നെ അവര് ഖജനാവിലേക്ക് പറയാണ്ട് എടുത്തിട്ടുണ്ട്, റിസപ്ഷനായിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെയുള്ള ദൂർത്തടിക്കാൻ പണമുണ്ട്, ഇതിനൊന്നും പണമില്ല. അങ്ങനെ അതുമല്ല, ഇനിയിപ്പോ വേണ്ട, സർക്കാരിന് പണമില്ലെങ്കിൽ ഇതൊരു നിയമമാറ്റത്തോടെ മാറ്റിക്കൂടെ? ഒരു നിയമം മാറ്റാൻ കോടതി പറഞ്ഞതല്ലേ, അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഒരു ഏകീകൃത നിയമം വേണ്ട. ഇന്നും മദ്രാസ് നിയമം എന്ന് പറയുമ്പോൾ നമ്മളെന്താ, ഏതെങ്കിലും വിഭാഗത്തിന് ഇങ്ങനെ ഉണ്ടോ? കേരളത്തിന്റെ ഒരു ഭാഗത്ത് മദ്രാസ് നിയമം. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ മൊത്തം തകരാറാണ് ഇതിന് പറ്റിയത്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഹിതപരിശോധന, പഠനം എന്തെല്ലാം പറഞ്ഞിട്ട് പല കാര്യങ്ങളും
ഹിതപരിശോധന, തെളിവെടുപ്പൊക്കെ എത്രയോ ഏണിയുമ്പാമ്പ്, കുട്ടികൾ ഏണിയുമ്പാമ്പ് കളിക്കുന്ന പോലെ മുകളിലേക്ക് പോകും, താഴോട്ട് വരും, താഴോട്ട് മുകളിലേക്ക് വരും. അങ്ങനെ എത്രയോ പതിറ്റാണ്ടായിട്ട് ഭഗീരഥ പ്രയത്നം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ. പിന്നെ ഇപ്പം മന്ത്രി ഇവിടെ വന്നിട്ട് പറശ്ശിനിക്കടവ് വന്നിട്ട് എന്താ പറഞ്ഞേ, ആ ലോബിക്ക് വേണ്ടി പറയുന്നത് എന്താ, തെളിവെടുപ്പ് സെലക്ടിവിറ്റി വിടുന്നു. എന്ത് കഥ, ഇത്രയും കടമ്പ കടന്ന ഒരു സാധനത്തിനാ പറയാൻ മനസ്സ് തെക്കോട്ടാണെന്ന് പറയുമോ? ഈ മലബാറിനോട് കാണിക്കുന്ന അവഗണനയല്ലേ? എന്നിട്ട് ഇന്നത്തെ ഒരു പത്രത്തിൽ മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ ശബരിമല, അവിടെ വരുമാനം, അത് മാത്രമേ ഇവർക്ക് വേണ്ടൂ. ഇവിടെ മലബാറിനെ പറ്റി ഒരു അക്ഷരം വിട്ടിയില്ല. ഞാൻ ഇന്നലെ ഇതിനിടയ്ക്ക് ഒരു പത്രത്തിൽ കണ്ടു, ഒരക്ഷരം വിടുന്നില്ല. ഈ ഇവർ ചത്തുപോയാലും ഇവർക്കല്ല. ഒരു കണ്ട ആ ചന്ദ്രന്റെ വീട് കണ്ടു നോക്ക്. അദ്ദേഹം പിന്നെ ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇത്രയും പറഞ്ഞിട്ട് ആ ഉദ്യോഗസ്ഥന്മാരും മനസ്സ് വളരെ കഠിനമാണ്. അത് പറയുമ്പോൾ ഇതില്ല. എന്തൊരു രാജ്യം, എന്തൊരു എന്താ പറയേണ്ടത്, അത്ര ദയനീയമാണ് കാര്യങ്ങൾ. ശരി, വളരെയധികം നന്ദി. ഈ ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. ചികിത്സയ്ക്ക് പണമില്ലാതെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മരിച്ചു. ശമ്പള കുടിശ്ശികയായി 4 ലക്ഷം രൂപയാണ് ഇയാൾക്ക് ബോർഡിൽ നിന്ന് ലഭിക്കാനുള്ളത്. പലവട്ടം ഇദ്ദേഹം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ചികിത്സയ്ക്ക് പണം ലഭിച്ചില്ല. അദ്ദേഹം ജോലി ചെയ്ത കാശ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. വൃക്ക രോഗിയായിരുന്ന ചന്ദ്രൻ ചികിത്സയ്ക്ക് വേണ്ടി പലവട്ടമാണ് ബോർഡിനെ സമീപിച്ചത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, അദ്ദേഹത്തോട് പറഞ്ഞത് മാത്രമല്ല, ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ ജീവനക്കാർ അവിടെ നിന്ന് തന്നെ പണം കണ്ടെത്തണം ഉപജീവനത്തിനായി എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്തരം ഒരു ദേവസ്വം ബോർഡ് ഇവിടെ ഉള്ളത്? വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങൾ നടത്താൻ അറിയാത്തത് കൊണ്ടല്ലല്ലോ. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ എന്ത് ചോദിച്ചാലും പറയുന്നത് സിസ്റ്റം തകരാറിലാണ് എന്നാണ്. ഈ തകരാറിലായ സിസ്റ്റം റീപ്ലേസ് ചെയ്യുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് മദ്രാസ് നിയമമാണ് ഇപ്പോഴും ഇവർ അനുവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വരുമാനമുള്ള ക്ഷേത്രങ്ങൾ അവിടുത്തെ സ്വന്തം നിലയ്ക്ക് ജീവനക്കാർക്കൊക്കെ ശമ്പളം നൽകുന്നതിന് വേണ്ടി പണം കണ്ടെത്തണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും പല ക്ഷേത്രങ്ങളിലും തീരെ വരുമാനമില്ലാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ ശബരിമലയിലെയും മറ്റുമൊക്കെ വരുമാനം ഉപയോഗിച്ച് മറ്റ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് നൽകുന്ന ഒരു സിസ്റ്റം, അത് തിരുവിതാംകൂറിലാണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ഒക്കെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണെങ്കിലും കൊച്ചി ദേവസ്വം ബോർഡിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. മലബാർ ദേവസ്വം ബോർഡിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിൽ സ്വന്തം നിലയിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതും അത് കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യം പൊതുവിലേ ഉണ്ട് എന്നുള്ളതാണ്. ഈ ചന്ദ്രന്റെ മരണത്തിലും ദേവസ്വം ബോർഡ് കൈയൊഴിയുന്നത് ഇതേ കാരണം പറഞ്ഞുകൊണ്ടാണെന്നുള്ളതാണ്. അതായത് ഈ ക്ഷേത്രത്തിന്റെ ജീവനക്കാരന് ശമ്പളം നൽകുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന് നേരിട്ട് ഇതിന് കഴിയില്ല. കാരണം ചട്ടപ്രകാരം ഇത് ശമ്പളം നൽകേണ്ടത് ആ ക്ഷേത്രം തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ദേവസ്വം ബോർഡ് പറഞ്ഞ് കൈയൊഴിയുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെ ഈ ജീവനക്കാരുടെയും മറ്റുമൊക്കെ സംഘടനകൾ നടത്തിയിട്ടുള്ളതാണെന്നുള്ളതാണ്. പലതവണ കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിലൊക്കെ ഇടപെട്ട് കൃത്യമായിട്ട് ഇതിലെ നിയമത്തിലെ പൊളിച്ചെഴുത്തൊക്കെ വേണമെന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതേതായാലും ഒരു ദേവസ്വം വകുപ്പിനോ മന്ത്രിക്കോ ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുകൊണ്ട് ഈ ചന്ദ്രനെ പോലെ ഒരുപാട് ആളുകൾക്ക് ശമ്പളത്തിന്റെ കുടിശ്ശിക ലഭിക്കാനുണ്ട്. ആ ഒരു പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്നിരിക്കെ അതിനെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിന് പ്രധാന കാരണമായിട്ട് ഇവർ ആരോപിക്കുന്നത് മലബാറിലെ ക്ഷേത്രങ്ങൾ, അതായത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പൊതുവെ വരുമാനം കുറവാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഈ സർക്കാർ കണ്ണുവയ്ക്കുന്നില്ല. പകരം ഇപ്പോൾ ശബരിമലയും ഗുരുവായൂരും ഒക്കെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റ് വലിയ ക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ആ ക്ഷേത്രങ്ങളുടെ പരിധിയിൽ വരുന്ന ക്ഷേത്രങ്ങൾ, ആ ഭാഗത്തുള്ള മറ്റ് ക്ഷേത്രങ്ങൾ, അവിടെയൊക്കെ വലിയ വരുമാനമുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് അതിലേക്ക് കണ്ണുവയ്ക്കുന്നു. ഒപ്പം തന്നെ ആ വരുമാനം സർക്കാർ അത് ഉപയോഗിക്കുന്നതിനൊക്കെ വലിയ രീതിയിലുള്ള ഇപ്പോൾ മരിച്ച ചന്ദ്രന്റെ സഹപ്രവർത്തകനും ദേവസ്വം ബോർഡ് ജീവനക്കാരനുമായ സുരേഷ് ഒളപ്പമണ്ണ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ്, ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം ദുഃഖകരമായ ഒരു റിപ്പോർട്ട് തന്നെയാണ്. കാരണം അങ്ങയുടെ സഹപ്രവർത്തകൻ ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ചികിത്സയ്ക്ക് പണമില്ലാതെയാണ്. അദ്ദേഹം ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ്. അദ്ദേഹം ജോലി ചെയ്ത കാശ് പലതവണയായി അദ്ദേഹം ചോദിച്ചിട്ടും ലഭിച്ചിരുന്നില്ല. ചികിത്സ ലഭിക്കാതെ അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. ശമ്പള കുടിശ്ശിക അദ്ദേഹത്തിന് 2010 മുതൽ 15 വരെ ശമ്പള കുടിശ്ശിക 3 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഈ 2014 1,91,000 രൂപ ശമ്പള കുടിശ്ശികയായിട്ടുണ്ട്.
ഇപ്പൊ ഇത് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അവര് ഇപ്പോ ഡയാലിസിസ് കയ്യില് ഇടത് കയ്യിലുള്ളത് വലത് കയ്യിലാക്കുകയാണെങ്കിൽ 40,000 രൂപ വരും എന്ന് പറഞ്ഞപ്പോൾ അതുപോലും ചെയ്യാൻ സാധിക്കാതെ കഴുത്തിലുള്ള ഞരമ്പ് വഴിയാണ് ഡയാലിസിസ് ചെയ്തിരുന്നത്. അത്രയും ദയനീയ അവസ്ഥയായിരുന്നു. ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അത് വളരെ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ചെയ്യായിരുന്നു. അതുപോലെ ഓപ്പറേഷന് ഈ തളർന്ന് വീണ സമയത്ത് ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അതിനൊന്നും പൈസ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ഇത്രത്തോളം വലിയൊരു ഗുരുതരമായ രോഗം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഈ ഒരു ശമ്പള കുടിശ്ശിക നൽകാൻ ഒരു തരത്തിലും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണോ? അതെ അതെ, ഈ ഞങ്ങള് ഈ ശമ്പളം കിട്ടാത്ത സമയത്ത് ഈ ഗവൺമെന്റിൽ നിന്ന് ഗ്രാന്റ് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് തരാമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ട് കഴിഞ്ഞു. ഒരു ഇതേപോലെ ഡയാലിസിസ് രോഗി ഉണ്ട്, അദ്ദേഹത്തിന് പണത്തിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒപ്പം തന്നെയുള്ള ഒരു ജീവനക്കാരുണ്ട്, കഴകം ജീവനക്കാരനാണ്. അദ്ദേഹത്തിന്റെ മകനൊക്കെ ഭിന്നശേഷിയാണ്. ഈ 16 വയസ്സായിട്ടും ആ കുട്ടിക്ക് എണീറ്റ് നടക്കാൻ ഒന്നിനും സാധിക്കില്ല. ആ കുട്ടീനൊക്കെ വെച്ചുകൊണ്ടാണ് കഴകം നടത്തുന്നത്. അമ്മയ്ക്ക് വയ്യ, ഭാര്യയ്ക്ക് വയ്യ. 20,000 രൂപയോളം മരുന്നിന് വേണം. ഈ കാര്യം ഞങ്ങൾ ബോധ്യപ്പെടുത്തി. ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടാണ്, ഒന്ന് അനുവദിച്ച് കിട്ടിയാൽ ഞങ്ങൾക്ക് കാര്യമായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടും ഈ നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞിട്ട് ഈ ശമ്പളം തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. ഈ 2024 ശമ്പളം തടഞ്ഞു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് നിയമപ്രശ്നങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ ജീവനക്കാരാണ്, പണിയെടുക്കുകയാണ്. ഓരോരുത്തർ രാവിലെ മുതൽ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി ചെയ്യണത്. രാവിലെ മുതൽ വരുന്നു, പൂവിനടക്കം കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് കഴകക്കാർ ചെയ്യണത്. അടിച്ചുകാലി 4:30 മണിക്ക് വന്നിട്ടാണ് അടിച്ചു വരുന്നത്. അവൻ ഈ ജോലി ചെയ്തതിന് ശേഷം പണം ഇല്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നറിയില്ല. ഞങ്ങൾക്ക് HRNC റൂളോ മലബാർ ദേവസ്വം ബോർഡോ റൂളോ അറിഞ്ഞിട്ടല്ല ഞങ്ങൾ പണിക്ക് വരുന്നത്. ഞങ്ങൾ പണിയെടുക്കണു, ഞങ്ങൾക്ക് അവകാശപ്പെട്ട ആരും തരണ്ട, ഞങ്ങൾ പണിയെടുത്ത ശമ്പളം തരാനുള്ള ഒരു സംവിധാനം സർക്കാർ തലത്തിൽ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. ഈ ആക്ടും റൂളും ഏകീകൃത ദേവസ്വം നിയമമൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വിധി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അത് നടപ്പാക്കേണ്ടതാരാ? ജീവനക്കാരാണോ? അത് സർക്കാരല്ലേ? സർക്കാർ നടപ്പാക്കാതെ വരുമ്പോൾ ഇത്രയും ക്ഷേത്രങ്ങൾ നശിച്ചു പോവാണ്. അതിലാണ് സങ്കടം. ഞങ്ങളൊക്കെ പണി എന്നുള്ള രീതിയിലല്ല ഇതിൽ കാണുന്നത്. ഞങ്ങളവിടെ സമർപ്പണം ചെയ്തുകൊണ്ടാണ് ഇതേപോലത്തെ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത്. അതാണ് ഓർക്കേണ്ടത്, സർക്കാരായാലും ബോർഡായാലും. ശരി, വളരെയധികം നന്ദി ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ജീവനക്കാർ പറയുന്നത് അത് തന്നെയാണ്, ആനുകൂല്യങ്ങൾ വേണ്ട, ജോലി ചെയ്ത ശമ്പളം മാത്രം തരൂ എന്നാണ് പറയുന്നത്. അതുപോലും കൊടുക്കാൻ മലബാർ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല എങ്കിൽ ഇത്തരമൊരു ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഒരു ഏകീകൃത നിയമം ഈ കാര്യത്തിൽ വേണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നൊരാവശ്യം. അതായത് ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളും മറ്റുമൊക്കെ നോക്കുന്നതിന് വേണ്ടിയാണ് ഒരു ദേവസ്വം ബോർഡ് ഉള്ളത്. അതത് ക്ഷേത്രങ്ങൾ സ്വന്തം നിലയ്ക്ക് വരുമാനം കണ്ടെത്തുകയും മറ്റുമൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ബോർഡ് എന്നുള്ള സ്വാഭാവികമായിട്ടുമുള്ള ചോദ്യമാണ് ഉയരുന്നത്. പലപ്പോഴായിട്ട് വിവിധ ഹിന്ദു സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്ന ഒരു ആവശ്യമാണ് കേരളത്തിൽ. അതായത് ഈ ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിട്ടുകൊണ്ട് ക്ഷേത്രം വിശ്വാസികളെ ഏൽപ്പിക്കണമെന്നുള്ളത്. കാരണം വിശ്വാസികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ വരുമാനങ്ങൾ കൃത്യമായിട്ട് തന്നെ എടുത്ത് അതിനെ ജീവനക്കാർക്ക് നൽകുന്നതിനാണെങ്കിലും ക്ഷേത്ര നടത്തിപ്പിനാണെങ്കിലും ഒക്കെ കൃത്യമായ നടപടികൾ വിശ്വാസികളായ ആളുകൾക്ക് നല്ല നിലയിൽ തന്നെ നടത്താൻ കഴിയും. നമ്മുടെ നാട്ടിൽ തന്നെ അതിന് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയൊക്കെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കൃത്യമായിട്ട് തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ഒപ്പം ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നു. എല്ലാം കൃത്യമായി അത്തരം സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ അവരുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ ക്ഷേത്രങ്ങളിൽ ജീവനക്കാർക്ക് യാതൊരു തരത്തിലും ശമ്പളമോ മറ്റോ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ജനം TV തന്നെ ഈ വിഷയം നിരവധി തവണ റിപ്പോർട്ട് ചെയ്തതാണ്. A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്നൊക്കെ ക്ലാസ്സുകൾ വേർതിരിച്ചുകൊണ്ട് പല ക്ഷേത്രങ്ങൾക്ക് പലതരത്തിൽ ഫണ്ടുകൾ വകയിരുത്തുന്നു. അതിലാണെങ്കിൽ കൃത്യമായി ശമ്പളങ്ങൾ നൽകുന്നില്ല. പലയിടത്തും ജീവനക്കാർക്ക് യാതൊരു തരത്തിലും ശമ്പളം ലഭിക്കാത്ത ഒരു സ്ഥിതി എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ ചന്ദ്രന്റെ മരണം എന്നുള്ളത് ഇതൊരു കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ്. ചന്ദ്രനെ പോലെ നിരവധി ദേവസ്വം ബോർഡിലെ ജീവനക്കാരാണ് ഇങ്ങനെ. ദേവസ്വം ബോർഡ് ജീവനക്കാർ പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. ഇനിയും നിരവധി രോഗികൾ അതിനുള്ളിലുണ്ട്, ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് നീതി ലഭ്യമാക്കി തരണം, ഞങ്ങൾ ചെയ്ത ജോലിക്കുള്ള ശമ്പളം മതി, മറ്റാനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ പറയുന്നൊരു സാഹചര്യമാണ്. അരുൺ ആലത്തൂരാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.